സവാളയൊക്കെ കഴിഞ്ഞിട്ട് വേഗം നമുക്ക് കടലക്കറിയും കൂടി വെക്കാം. കുറച്ച് തേങ്ങയൊക്കെ ഞാൻ ഓൾറെഡി ചിരകി വെക്കും കേട്ടോ. അപ്പൊ തേങ്ങയും കൂടി അരച്ചിട്ട് നല്ലൊരു കടലക്കറിയും കൂടി വെക്കാം. പിന്നെ മിൽപ്പിട്ടിയല്ല ഇന്ന് ബ്ലാക്ക് ടീയാണ്. അപ്പൊ അതും റെഡിയാക്കാം. അത് വേഗം കഴിച്ചിട്ട് കുറച്ച് ബാക്കിയുള്ള ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധാരണ രീതിയിൽ ഞാൻ ഒരു കറി വെക്കുമ്പോൾ കുറച്ച് അധികം വെച്ച് നോക്കും. അപ്പൊ ഒരു 3 ദിവസത്തേനുള്ളത് 2 ദിവസത്തെ 3 ദിവസത്തേനുള്ളത് എന്താണെങ്കിലും ഫ്രിഡ്ജ് വെക്കും. അതില്ലാതെ എല്ലാ ദിവസവും രാവിലെ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെ കുറേ സമയം പോകും. അതുകൊണ്ട് അത്യാവശ്യം എന്താണോ പ്രിപ്പയർ ചെയ്യേണ്ടത് അത് മാത്രം സിമ്പിൾ ആയിട്ടുള്ളത് രാവിലെ പ്രിപ്പയർ ചെയ്യും. അതിന്റെ സൈഡ് ഡിഷൊക്കെ മോസ്റ്റ്ലി ഞാൻ 2-3 ദിവസത്തേനുള്ള ഒന്നിച്ച് വെക്കുമ്പോൾ കുറച്ചധികം വെക്കും. അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കടലയൊക്കെ വെള്ളത്തിലിടുമ്പോൾ ഞാൻ കുറച്ചധികം കിട്ടും കേട്ടോ. അങ്ങനെ നല്ല കത്ത് കടല അടിപൊളിയാണ്, നല്ല പ്രോട്ടീൻ ആണല്ലോ. എവറി ഡേ നമ്മള് ഫുഡിന്റെ കൂട്ടത്തില് പ്രോട്ടീൻ എന്തായാലും ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. ഒന്നെങ്കിൽ പനീർ അല്ലെങ്കിൽ കടലവർഗ്ഗങ്ങള് അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ അല്ലെങ്കിൽ മില്ലറ്റ്സ് ഒക്കെ ഫൈബർ കൊണ്ട് പ്രോട്ടീൻ കൊണ്ട് എല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ രീതിയിൽ എങ്ങനെയായാലും നമ്മൾ അന്ന് നമുക്ക് വേണ്ട ഒരു പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ എത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ കടലക്കറി അടിപൊളിയാണ് അതിന് വേണ്ടിയിട്ട്. അപ്പൊ ചൂടോടെ നമുക്ക് നമ്മുടെ പുട്ടും കടലക്കറിയൊക്കെ കഴിക്കാം. ടുട്ടുപുഷ്പത്തിന് ചില ദിവസങ്ങളിൽ രാവിലെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും കേട്ടോ. ജസ്റ്റ് എന്റെ കൂടെ കിച്ചണിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ അതിനെ കൊണ്ടുവന്ന് അതിന്റെ കൂട്ടിലിട്ടിട്ട് ഒരു റൂമിൽ ഡോർ അടച്ചിടും. അല്ലെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. ഇവിടെ പറഞ്ഞ എല്ലാത്തിലും അതിൽ വരയ്ക്കണം, എല്ലാത്തിനും അറിയണം, എന്നിട്ട് എല്ലാത്തിലും വരയണം. അങ്ങനെയാണ്. അപ്പൊ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇങ്ങനെ എന്താ കടിക്കാൻ തുടങ്ങും. അപ്പൊ അതിന് എരി എന്തൊക്കെയോ കാണിക്കുന്നതാണ്. അപ്പൊ അതൊക്കെ അതിന് എന്തെങ്കിലും കുഴപ്പം വരുമോ എന്ന് എനിക്ക് വേണ്ടി. അതുകൊണ്ട് ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി കഴിക്കുന്ന ദിവസം ഞാൻ അതിനെ കൊണ്ടിട്ട് ആ റൂമിലേക്ക് ഡോർ അടച്ചിട്ടു കേട്ടോ. മിലോക്കിനെ കാണിക്കണമെന്ന് എനിക്ക് കുറെ പേര് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മിലോക്കിനെ കാണിക്കട്ടോ. മിലോ രാവിലെ നീറ്റ് വന്ന വഴി എന്റെ അടുത്ത് വന്ന് തലോടലൊക്കെ മേടിച്ച് പിന്നെ നേരെ വന്ന് അതിന്റെ ഫുഡ് അപ്പൊ തന്നെ എടുത്തു കൊടുക്കണം. അതൊക്കെ കഴിച്ച് അത് മെഡിറ്റേഷൻ നമ്മുടെ ജനലിലെടുത്ത് പോയി പ്രകൃതി കണ്ടോണ്ടിരിക്കുക. എത്ര മണിക്കൂർ അങ്ങനെ നോക്കിയിരിക്കുന്നത് അറിയോ? നിറച്ചിങ്ങനെ തൂക്കണാങ്കുരുകൾ ഇങ്ങനെ നമ്മുടെ എല്ലാം കുറെ ഹാങ്ങിങ് പ്ലാന്റുകളുണ്ടല്ലോ. അപ്പൊ അതിലേക്ക് നിറച്ച് പക്ഷികളുണ്ടാവും. നമുക്ക് തന്നെ കണ്ടിരിക്കാൻ രസം. അപ്പൊ പിന്നെ പൂജപ്പിന്റെ കാര്യം പറയണ്ടല്ലോ. അപ്പൊ അങ്ങനെ അപ്പൊ അതൊക്കെ നോക്കി മണിക്കൂറുകളോളം നോക്കിയിരിക്കും കേട്ടോ. പിന്നെ ഇഷ്ടംപോലെ ബട്ടർഫ്ലൈസ് ഉണ്ട്, ഈ തൂക്കണാങ്കുരുകളുണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ കൂട് വെക്കും. അപ്പൊ അതുങ്ങൾ ഇങ്ങനെ വന്ന ഏത് സമയം അവിടെ ഇങ്ങനെ അത് ഞാനാട്ടത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് മെഡിറ്റേഷൻ അതിന്റെ അപ്പൊ അതിന് പോയിരിക്കുവാണ്. ഇപ്പൊ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് പാത്രങ്ങൾ കഴുകാറുണ്ട്. എന്നിട്ട് നമുക്ക് കൊറിയർ പാക്ക് ചെയ്യണം. എന്നിട്ട് പോണം, എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ട്. അപ്പൊ കൊറിയർ പാക്ക് ചെയ്ത് പുറത്ത് പോകണം. അങ്ങനെ കുറച്ച് ജോലികളൊക്കെ പറ്റി അതൊക്കെ ഷൂട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ വരവ് നമുക്ക് എല്ലാവർക്കും കൂടി നമ്മുടെ ഫുഡും കടലക്കറി കോഫിയും കൂടി കഴിക്കാം.
ബ്രേക്ക്ഫാസ്റ്റ് ടുട്ടു പശുക്കുഞ്ഞിന് അത്ര ഇഷ്ടപ്പെടാത്ത പോലത്തെ ഒരു ബിഹേവിയർ ആയിരുന്നു കേട്ടോ. അതിന് ചപ്പാത്തിയും കറികളും അങ്ങനത്തെയൊക്കെയാ കൂടുതൽ ഇഷ്ടം എന്ന് എനിക്ക് മനസ്സിലായിട്ടോ. ചായയും പാൽച്ചായയും അതിനെ കൂടുതലാണെങ്കിൽ ഒരേ വട്ടം കുക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരേ വട്ടം നമ്മൾ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ആ പാത്രം അപ്പപ്പോ കഴുകി വെച്ച് കിച്ചണൊക്കെ ഒന്ന് അടിച്ചു വാരി ജസ്റ്റ് ടേബിളൊക്കെ ഒന്ന് തുടച്ചിട്ട് അങ്ങനെ പോയാൽ എനിക്ക് തൃപ്തിയുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ എല്ലാം ഒന്ന് വെട്ടി വാരി കഴുകി വിടട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് വേഗം പാക്കിങ്ങിലേക്ക് പോകാം. ഈ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിനിങ്ങനെ കൂട്ടി കയറിയിരിക്കണം, ഇതിന് നമ്മൾ തലോടിക്കൊണ്ടിരിക്കണം, ഇതിന് പിന്നെ ഞാനും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നേരെ നമ്മുടെ ഡോങ് കുഞ്ഞുങ്ങൾക്കുള്ള ഫുഡെല്ലാം ചൂടാക്കി കൊണ്ട് കൊടുത്തു. ഉച്ച കഴിഞ്ഞ് മഴയായാലോ, ഇപ്പൊ വലിയ മഴയില്ല, അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ പറിച്ചു വെച്ചിട്ട് പോകാം. പിന്നെ കാഞ്ചി എന്ന് പറയുന്ന ഒരു പ്രബയോട്ടിക് ഡ്രിങ്ക് ഉണ്ട് കേട്ടോ. അത് കുറെ നാളായിട്ട് ഞാനൊന്ന് റെഡിയാക്കണം എന്നോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെ. അപ്പൊ അതെല്ലാം നമുക്ക് ഇന്ന് ചെയ്ത് വെക്കണം. പിന്നെ കൊറിയർ പാക്ക് ചെയ്ത് കൊണ്ടുപോകാനുണ്ട്. ഗാർലിക് വൈൻ എല്ലാ വർഷവും നമുക്ക് ഇവിടെ വിരിയാറുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഒരു പൂ പന്തലാകും കേട്ടോ. വീണ്ടും ഈ പ്രാവശ്യം വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്തോ ഒരു ഭംഗിയാണെന്നറിയോ കൂട്ടുകാരെ, നല്ല വയലറ്റ് കളറിൽ അടിപൊളി. ഇതിന്റെ തൈകൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ഒത്തിരി ഒത്തിരി നല്ല നല്ല ക്രീപ്പർ പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് പോരേട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇല നമ്മളൊന്നിങ്ങനെ ഞരടി നോക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ക്രീപ്പർ എന്ന ഇതിന് മലയാളത്തിൽ പറയുന്നത്. പിന്നെ ഗാർലിക് വൈന് ശരിക്കും പറഞ്ഞാൽ വെളുത്തുള്ളി തന്നെയാണോ എന്ന് നമുക്ക് തോന്നും കേട്ടോ. അത്രയും നല്ല സ്മെല്ലാണ് കേട്ടോ. പാമ്പ് വരാതിരിക്കുന്ന പറയണേ വെളുത്തുള്ളി ക്രീപ്പർ ഉണ്ടെങ്കിൽ. ഇതിന്റെ ഈ സ്മെല്ല് കാരണം, വെളുത്തുള്ളിയുടെ സ്മെല്ല് കാരണം ചിലപ്പോ ഒക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, വീടിന് ചുറ്റും മണ്ണെണ്ണ അല്ലെങ്കിൽ വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിട്ടുണ്ടെങ്കിൽ പാമ്പ് കയറത്തില്ല എന്നൊക്കെ, അങ്ങനെയൊക്കെ. അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാ വശത്തോടെയും വെളുത്തുള്ളി ക്രീപ്പർ ഇഷ്ടം പോലെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല, എന്തായാലും നിന്നോട്ടെ ഓർത്തു. പ്ലസ് അതിന്റെ പൂക്കൾ കാണാൻ ഭയങ്കര അതീവ ഭംഗിയാണ് കേട്ടോ. എത്ര നമ്മൾ നോക്കിയിരുന്നാലും നമുക്ക് മതിയാവത്തില്ല, അത്ര ഭംഗിയാണ് അതിന്റെ പൂക്കള്. പൂക്കൾക്ക് സ്മെല്ലൊന്നുമില്ല, പക്ഷെ കാണാൻ നല്ല രസമാണ്. ഇലക്കാണ് ഒരു വെളുത്തുള്ളിയുടെ സ്മെല്ല്. ഇനി നമുക്ക് നേരെ തോട്ടത്തിലേക്ക് പോയിട്ട് നമുക്ക് കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ പറിക്കണം. കുറേ മുളകൊക്കെ ഇങ്ങനെ പഴുത്ത് നിൽപ്പുണ്ട് കേട്ടോ. അപ്പം മഴയായതുകൊണ്ട് പറമ്പിലൊക്കെ നന്നായിട്ട് കാട് കയറിയിട്ടുണ്ട്. എത്ര നമ്മൾ വെട്ടിക്കൊടുത്താലും വീണ്ടും വീട് കാടാവും കേട്ടോ. അതുകൊണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി എല്ലാം പറിച്ചെടുക്കാന്ന് പറയുന്നത് ഇച്ചിരി ശ്രമം കേട്ടോ. നിറയെ ചീരകളും മുരിങ്ങയും അത് ഇതൊക്കെ നിപ്പുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് പറിച്ചെടുക്കാന്ന് പറയണ മുളകൊക്കെ കുറേ പഴുത്ത് ചാടിപ്പോകും കേട്ടോ. കുറേയൊക്കെ ഞാനിങ്ങനെ പത്തലമുളകും അല്ലാത്ത മുളകുകളും കാന്താരി മുളകൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ വെള്ള കളറുള്ള കാന്താരി ചീര നിങ്ങൾക്ക് അറിയാവോ? അതിന് ഭയങ്കര ടേസ്റ്റ് ആണ്. നമ്മൾ ചമ്മന്തി അരയ്ക്കോ അല്ലെങ്കിൽ തോരനിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ വെള്ള കാന്താരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് കുറേ ചീരച്ചേമ്പ് എന്ന് പറയുന്നത് ഇത് ഒത്തിരി ഉണ്ടായി നിൽപ്പുണ്ട് കേട്ടോ. അപ്പം അതിന് കിഴങ്ങൊന്നുമില്ല. അതിന്റെ തണ്ടും ഇലയും നമുക്ക് ഇങ്ങനെ തോരൻ വെക്കാം, നല്ല രുചിയാ. ഒരിളം മധുരമൊക്കെ ഉണ്ട്. തുറന്ന് വെച്ച് നമ്മളത് വേവിക്കണമെന്നേ ഉള്ളൂ. അതിന് കുറെ ഓക്സിലേറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് പക്ഷെ നല്ല രുചിയാണ് കേട്ടോ. പച്ചക്കറിയായിട്ട് നമുക്ക് തോരൻ വെക്കാൻ പറ്റുന്നതാണ്. ഒരു തണ്ടോ ഒന്നോ രണ്ടോ തണ്ട് മുറിച്ചാൽ തന്നെ അത്രയും പിന്നെ വലുപ്പത്തിൽ അതിന്റെ ഇല ഇങ്ങനെ ഒരു മരി ആനയുടെ ചെവി പോലെ നിൽക്കുന്ന ഒരു തരം ഇലയാണ് കേട്ടോ. അപ്പൊ 2 തണ്ട് മുറിച്ചാൽ തന്നെ നമുക്ക് 2-3 ദിവസത്തേനുള്ള തോരൻ അത്രയും ഉണ്ടാകും കേട്ടോ. അങ്ങനെയാണ് ഇതിന്റെ തണ്ട് നമുക്ക് ചീകി എടുത്തിട്ട് തോരനാക്കി വെക്കാൻ പറ്റും. ഈ ഭാഗത്തോടെ നമുക്ക് കുറെ ഫ്രൂട്ട്സുകള് പേരയും ഒക്കെ ഉണ്ടായി നിൽപ്പുണ്ട് കേട്ടോ.
വളരെ ചെറുപ്പത്തിലെ ഇങ്ങനെ നമ്മൾ ഈ നഴ്സറികളിൽ നിന്ന് മേടിച്ചു വെക്കുന്ന ഫാം നഴ്സറികളിൽ നിന്ന് മേടിച്ചു വെക്കുന്നതുകൊണ്ട് അത് കാച്ചു തുടങ്ങി. ഇതിൽ തന്നെ ആ 3 പേരൊക്കെ ഓൾറെഡി ഉണ്ടായി നിൽപ്പുണ്ട്. കുറേയും കൂടെ വലിപ്പം വെക്കുന്ന പേരയാണ് കേട്ടോ. നിറയെ ഒരുതരം വള്ളിച്ചെടികൾ ഇങ്ങനെ കയറി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യും നമ്മുടെ ഇതിനെയൊക്കെ. ഇത് നമുക്ക് ചക്കയപ്പം ഉണ്ടാക്കാൻ വരുന്ന എടന ഇല എന്ന് നിങ്ങൾക്ക് അറിയായിരിക്കില്ല, നല്ല സ്മെല്ലുള്ള ഒരു ഇലയാണ്. അപ്പൊ ഇത് 2-3 മരം നമുക്കിവിടെ വളർന്നു വരുന്നുണ്ട്. ഞാനിത് കുറേ അന്വേഷിച്ച് നടന്ന അവസാനം നമ്മുടെ പറമ്പിൽ തന്നെ മുളച്ചു കിട്ടിട്ടോ. പക്ഷികൾ എന്തോ കൊണ്ടിട്ടിട്ട് തിന്നിട്ട് കൊണ്ടിട്ട് അങ്ങനെ വിത്തിന്ന് നമുക്കൊരു 3-4 മരം മുളച്ചു കിട്ടിട്ടോ. എന്റെ ആഗ്രഹം പോലെ അതിപ്പോ വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിനി പുറമെ അന്വേഷിച്ച് നടക്കണ്ട. അപ്പൊ ഒത്തിരി വലിപ്പമായിട്ടില്ല ഇലയ്ക്ക്. അതുകൊണ്ട് എന്നാലും നല്ല എന്താ നാച്ചുറൽ ആയിട്ടുള്ള നല്ല സ്മെല്ലും കാര്യങ്ങളും അല്ലെ. കുമ്പിളപ്പം ഉണ്ടാക്കുന്ന എടന ഇല എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ. അപ്പൊ അത് ഞാൻ കുറച്ച് പറിച്ചു. നമുക്ക് കുറച്ച് ചക്കയപ്പം ഉണ്ടാക്കാൻ ഓർത്തു. നല്ല വരിക്ക പ്ലാവുണ്ട് കേട്ടോ, നമുക്ക് തേൻ വരിക്കയുണ്ട്. അതിൽ നിന്ന് ഈ പ്രാവശ്യം നമുക്ക് പഴുത്ത് കിട്ടിയതൊക്കെ ഞാനിങ്ങനെ വഴറ്റി നമ്മളിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഫ്രീസറിൽ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പൾപ്പ് നമുക്ക് ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ അതുണ്ട്. അപ്പൊ വൈകുന്നേരം നമുക്ക് കുറച്ച് ചക്കയപ്പം ഉണ്ടാക്കാൻ ഓർത്ത് ഞാൻ അതിന്റെ കുറച്ച് ഇലയൊക്കെ പറിച്ചെടുത്തു. പിന്നെ ആ ഇഷ്ടം പോലെ മുരിങ്ങയൊക്കെ നിപ്പുണ്ട് കേട്ടോ. കുറേ അത് ഞാനിങ്ങനെ തണ്ട് മുറിച്ച് നടും കുറച്ച് കഴിയുമ്പോ അങ്ങനെയാണ്. പിന്നെ ഒത്തിരി ബലമില്ല അതിന്. ഇതൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒടിഞ്ഞൊടിഞ്ഞു പോകും. അപ്പൊ നമ്മളത് പറിച്ചെടുക്കുക, പിന്നെ അതിന്റെ തണ്ട് മാറ്റി നടുക, അങ്ങനെ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെനിക്കൊരു ഭയങ്കര വിഷമായിട്ടോ. ഇതിന്റെ ഇലയെല്ലാം ഇങ്ങനെ പഴുത്ത് ചാടി പോകുമ്പോലെ വെള്ളം നനവ് കൂടിപ്പോയിട്ടാണോ അതെയോ വെള്ളം കുറഞ്ഞു വിട്ടാണോ എന്താന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതെനിക്ക് ഭയങ്കര വിഷമായിട്ടോ. നല്ല വിലയുള്ള ചെടിയാണ്. ഇതിന്റെ തൈകൾ നമ്മൾ വിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭയങ്കര വിഷമായി പോയി. എത്ര നല്ല ഭംഗിയ ഒരു എന്താ ആർട്ടിഫിഷ്യൽ ചെടിയാന്ന് തോന്നുന്ന നാച്ചുറൽ ചെടിയാണ് അത് കേട്ടോ. അപ്പൊ ഞാനത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് പറ്റിയതാന്ന്. എന്തായാലും നോക്കാം, പിടിച്ചു കിട്ടുമെന്ന് നോക്കാം. ഇല്ലെങ്കിൽ അതിനെ മണ്ണിലേക്ക് എങ്ങനെ നട്ടാലോ എന്ന് ഞാനിങ്ങനെ ഓർക്കണേ. ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ വരാൻ നിർത്തിയതാ. പക്ഷെ അതിന്റെ ഇലയെല്ലാം ഇങ്ങനെ വീണ് പോയിക്കൊണ്ടിരിക്കുക. അതെന്താ പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ചിലപ്പോൾ വെള്ളം കൂടിയാലും ഇങ്ങനെ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ടല്ലോ. അങ്ങനെയൊക്കെ ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈന ഡോൾ എന്ന് പറയുന്ന നമ്മുടെ ചെടിയാണ്. അടിപൊളിയാണ്. അതിന്റെ തൈകൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ പറിച്ചെടുത്ത ചീരച്ചേമ്പ് ഞാൻ ഓൾറെഡി ഇങ്ങ് കൊണ്ടുവച്ചിരുന്ന വലിയ ഇല ആയതുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം കൂടി മുളകും ബാക്കി കറിവേപ്പിലയും ഒക്കെ നമ്മൾ പറമ്പിൽ നിന്ന് പറിച്ചെടുത്തതും എടനയുടെ ഇലയും ഒക്കെ ആയിട്ട് ഞാനിങ്ങ് പോകുന്നു കേട്ടോ. നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾക്ക് പിന്നെ ഫുഡ് കൊടുക്കുന്നതൊക്കെ അശ്വകൊച്ചാണ്. നമ്മുടെ മിലോ കുഞ്ഞിന് നമ്മൾ എവിടെ പോയിട്ട് തിരിച്ചു കയറി വന്നാലും ഞാൻ ഇത്രയും നേരം നോക്കിയിരിക്കായിരുന്നു. അമ്മ എനിക്ക് സ്പെഷ്യൽ താന്ന ഒരു മട്ടാണ്. അതിന് വീണ്ടും ഫുഡ് വേണം കേട്ടോ. നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്ത് എത്രമാത്രം ഒരു ദിവസം ഫുഡ് കഴിക്കാവോ അത്രയും അത് കഴിക്കും കേട്ടോ. അങ്ങനെ സങ്കടത്തോടെ നോക്കുന്നത്. എനിക്ക് അമ്മ ഒന്നും തരത്തില്ലേ എന്നുള്ള മട്ടിൽ കേട്ടോ. പിന്നെ ഞാൻ അതിന് കുറച്ച് ട്രീറ്റ് ഒക്കെ കൊടുക്കും. ആ രീതിക്ക് അതിനെ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ രാവിലത്തെ അത്യാവശ്യ ജോലികളെല്ലാം കഴിഞ്ഞു. ഓക്കെ, ഇനിയിപ്പോ പാക്ക് ചെയ്ത് പെട്ടെന്ന് കൊടുത്തു വിടുക എന്നുള്ളതാണ്. നമുക്കൊന്നൊരു 3-4 ട്രിപ്പ് നമ്മുടെ ടേബിളിലേക്ക് കൊണ്ടുവച്ചിട്ട് പാക്ക് ചെയ്യാനുള്ളതുണ്ട്. കുറേ ചെടികൾ വന്നിട്ടുണ്ട് ഓർഡർ. പിന്നെ ഗീ കുറേ ഓർഡർ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറെ എണ്ണം എനിക്ക് ലേബൽ ഒട്ടിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അത് നാളെ ഒക്കെ ആയിട്ട് ബാലൻസ് അയക്കാൻ ഓർത്തു. ഒട്ടിച്ചെടുക്കാൻ പറ്റിയ അത്രയും ഞാനിപ്പോ ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇന്നത്തെ ലിസ്റ്റിൽ നമുക്ക് കൊടുത്തു വിടണം. അപ്പൊ അതായത് പാക്കിങ് വേഗം തുടങ്ങിയേക്കാം. അതിനുശേഷം എനിക്ക് ഇന്ന് ഡ്രൈവിംഗ് പഠിക്കാൻ പോകണം. പിന്നെ വൈകുന്നേരം കുറച്ച് ബുക്കിംഗ് ഉണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഓക്കെ, എല്ലാവരും ഓർഡറിൽ തന്നെ അങ്ങ് പോകുന്നുണ്ട്. കുഴപ്പമില്ല. കുറച്ച് കഴിയുമ്പോൾ അമൃത വരും. ഇപ്പൊ എല്ലാ ദിവസവും തന്നെ അമൃത വരുന്നുണ്ട്. അതുകൊണ്ട് കുറേ നേരം ഞങ്ങൾ വർത്താനം പറഞ്ഞ് തന്നെ കളയും കേട്ടോ. ജോലികൾ ചെയ്യും അതിന്റെ കൂടെ ഞങ്ങള്. എന്നാലും ഓക്കെ, വർത്താനം പറഞ്ഞ് ഭയങ്കര രസമാണ് കേട്ടോ. അപ്പം ഡ്രൈവിംഗ് പഠിത്തം അതുകൊണ്ട് എനിക്ക് ഒട്ടും ബോറല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തത് ഒന്നിച്ച് എന്തായാലും പോയി പഠിക്കുന്നോളൂ എന്ന് ഓർത്തിട്ട് അവളെ ഞാൻ നിർബന്ധിച്ച് പ്രസവിക്കാനിരിക്കുന്ന പെൺകൊച്ച. എന്നിട്ട് അവളെ നിർബന്ധിച്ച് ഞാനത് കൂട്ടിയതാട്ടോ. അപ്പൊ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പ്രഗ്നൻസിയിലൊന്നും ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് ആ രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് അവളെ കൂടി ഞാൻ കൂട്ടി വിളിച്ചു. അതുകൊണ്ട് ഒട്ടും ബോറടിയില്ല കേട്ടോ. ഞങ്ങൾക്ക് കമന്റ് ഒക്കെ പറഞ്ഞ് പരസ്പരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് ആ ഒരു രീതിയിൽ മീൻസ് നമ്മൾ പഠിക്കുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നതായ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് ഭയങ്കര രസമാണ് കേട്ടോ. അതുകൊണ്ട് ഡ്രൈവിംഗ് കൊടുത്ത്. അപ്പൊ നമുക്ക് അതിന് പോകണം. എന്തായാലും വേഗം നമുക്ക് പാക്കിങ് തുടങ്ങാം. അപ്പം ഓരോരുത്തരും എന്തൊക്കെയാണ് മേടിച്ചിരിക്കുന്നതെന്ന് ഞാൻ ഓരോന്നും കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് നമുക്ക് വേഗം പാക്ക് ചെയ്യുമ്പോൾ ബാക്കി വിശേഷങ്ങൾ പറയാം. ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ വന്നത് ഗീയുടെ ഓർഡർ ആണ് കേട്ടോ. 12 ഗീയോളം ഇന്ന് തന്നെ നമുക്ക് പാക്ക് ചെയ്ത് അയക്കാനുണ്ട്. പിന്നെ കുറെ ചെടികളും കാര്യങ്ങളും ബാക്കിയൊക്കെയാണ് കേട്ടോ. പിന്നെ കാർപ്പറ്റിലെ നമ്മുടെ മാറ്റ്, അതായത് വാട്ടർ അബ്സോർവ് ചെയ്യുന്ന മൈക്രോ ഫൈബറിന്റെ മാറ്റ്, അതെല്ലാവരും മേടിക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഇവര് തന്നെ 5 എണ്ണം മേടിച്ചേക്കുന്നത്. ഇപ്പൊ ഈ മഴക്കാലത്ത് മാത്രമല്ല ഏത് കാലത്തും നമുക്ക് കയറി വരുന്നിടത്തും ബാത്റൂമിന്റെ മുമ്പിലും കിച്ചണിലും ഒക്കെ ഇടാൻ പറ്റുന്ന അടിപൊളി സാധനമാണ്. വെള്ളം ഫുൾ അബ്സോർവ് ആകും. പിന്നെ ഇത് വാഷ് ചെയ്തെടുക്കാനും വളരെ എളുപ്പമാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് മേടിക്കുന്നുണ്ട്. ആവശ്യമുള്ളവരൊക്കെ മേടിച്ചോളൂ കേട്ടോ. പിന്നെ കസ്തൂരി മഞ്ഞളും ബാക്കി ബോഡി മോയ്സ്ചറുകളും ബ്യൂട്ടി ഓയിലുകളും അങ്ങനത്തെ ബാക്കിയെല്ലാം നൈറ്റ് ഉണ്ട്. ഇത് അവോക്കാഡോയുടെ തൈയാണ്. 5 ചവിട്ടി ഒരു മേടിച്ചാല് ആദ്യത്തെ ഭംഗിയുള്ള ചവിട്ടി ഇതാണ്. ബാക്കിയുള്ള ഞാൻ കാണിച്ചു തരാം. അടുത്തൊരു ഡിസൈൻ ഇതാണ്. നല്ല രസമല്ലേ? അപ്പൊ ഈ ഭംഗിയുള്ള 5 ചവിട്ടിയും അതുപോലെ തന്നെ ബോഡി മോയ്സ്ചർ, ലിബാമും 2 ചെടിയാണ് അവർ മേടിച്ചിരിക്കുന്നത്. അത് നമുക്ക് ആദ്യം പാക്കിങ് തുടങ്ങാം. എന്നിട്ട് ബാക്കി ഓരോന്നോരോന്നായിട്ട് പെട്ടെന്ന് പാക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കാം.
നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള പ്രോസസ്സാണെന്ന് തോന്നിയാൽ ഇതിന് ഒത്തിരി സമയം എടുക്കും കേട്ടോ. നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവച്ച് അഡ്രസ് എല്ലാം നോക്കി ഒരേ പ്രൊഡക്റ്റുകൾ കൊണ്ടുവച്ച് അത് പാക്ക് ചെയ്ത് സേഫ് ആക്കി വെക്കുക എന്ന് പറയുന്നത് നല്ല അധ്വാനമുണ്ട്, നല്ല സമയം എടുക്കുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നൊരു 2-3 ട്രിപ്പ് ഇതുപോലെ കൊണ്ടുവച്ച് പാക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് എനിക്ക് കുറച്ച് സ്ട്രെസ് ഉണ്ട്. വേഗം വേഗം എല്ലാം പാക്ക് ചെയ്ത് തീർക്കണം. ഉച്ചയാകുമ്പോഴത്തേക്ക് ഈ കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടാണ് കുറച്ച് താമസിച്ചു പോയത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ബാച്ച് പാക്ക് ചെയ്ത് കഴിഞ്ഞു ഞാൻ. ഇനിയിപ്പോ ഇതുപോലെ ഒരു 3 പ്രാവശ്യം കൂടി കൊണ്ടുവച്ചിട്ട് എനിക്ക് പാക്ക് ചെയ്യാനുണ്ടാവും. അപ്പൊ ഞാൻ വേഗം വേഗം അത് ചെയ്തിട്ട് ഇത് ഞാൻ ചാക്കിലേക്ക് മാറ്റും. എന്നിട്ട് വീണ്ടും കൊണ്ടുവച്ചിട്ട് വേഗം വേഗം അത് പാക്ക് ചെയ്യട്ടെ. എന്നിട്ട് അപ്പോഴത്തേക്കൊക്കെ ഏകദേശം അമൃത വരാനാകും. പിന്നെ ഞങ്ങൾ നേരെ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകും. ഇനി നമുക്ക് വൈകുന്നേരം ഷൂട്ട് ചെയ്യാം. ഡിന്നർ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം, സംസാരിക്കാം, കുക്ക് ചെയ്യുന്നതൊക്കെ കാണിച്ചു തരികയും ചെയ്യാം കേട്ടോ. അപ്പൊ വേഗം ഞാൻ ഇത് ബാക്കിയുള്ളത് പാക്ക് ചെയ്യട്ടെ. ഇത് നമ്മുടെ മനോഹരമായ ഗാർലിക് വൈൻ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഇതിന്റെ തൈകൾ ആവശ്യമുള്ളവര് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നേരെ മെസ്സേജ് ഇട്ടോളൂ. ഇത് മാത്രമല്ല ഒത്തിരി ഒത്തിരി ക്രീപ്പർ പ്ലാന്റുകളുണ്ട്. നല്ല ഭംഗിയുള്ള പൂക്കളുള്ള, കണ്ട ആര് നോക്കി നിന്ന് പോകുന്ന വിധത്തിലുള്ള പൂക്കളുള്ള ക്രീപ്പർ പ്ലാന്റുകളാണ്. നശിച്ചു പോകാത്ത ചെടികളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. പിന്നെ കുറച്ച് കുറ്റിമുല്ലയും കമേലിയ പോലെയുള്ള അങ്ങനത്തെ മുല്ലയുടെ തന്നെ 2-3 ടൈപ്പ് മുല്ലകളുണ്ട് കേട്ടോ. വള്ളിയായിട്ട് കയറി പോകുന്നതും കുറ്റിമുല്ലയും മണിമുല്ലയും ഒക്കെ ഉണ്ട് കേട്ടോ. ആവശ്യമുള്ളതെല്ലാം നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് പോരെ. മറ്റു പ്രൊഡക്റ്റുകളും കണ്ടും കേട്ടും പോകാം. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാട്ടോ. ബൈ ബൈ.